നമ്മളിന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള പന്നിത്തല ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ എങ്ങനെയാ പരിപാടി തുടങ്ങിയാലോ? ഇവനാണ് നമ്മുടെ പെട്ടിക്കുള്ളിലെ ഭീകരൻ. ഞാൻ വിചാരിച്ചു ചെറുതായിരിക്കുന്നു, പക്ഷെ അത്യാവശ്യം നല്ല വലിയ തലയാണ്. ആദ്യം തന്നെ നമുക്ക് ഇവനൊന്ന് കുളിച്ച് കുട്ടപ്പനാക്കി എടുക്കണം. അപ്പോൾ എക്സ്ട്രാ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റേസർ വെച്ച് കളയാട്ടോ. അത് കഴിഞ്ഞ് നന്നായി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. സംഭവം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലഷ് ഉള്ള സൈഡ്, ഇതിന്റെ താഴ്ഭാഗത്ത് നമ്മൾ നല്ല സ്പൈസസ് ഒക്കെ റബ്ബ് ചെയ്യാൻ പോവാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്പൈസസ് എന്താണെന്നൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്കിന്നിന് ഒരു തരത്തിലും ഈ സ്പൈസസ് ആക്കരുത് കേട്ടോ. സ്കിന്നിന്റെ മേലെ നമ്മൾ വിനെഗർ അല്ലെങ്കിൽ ലൈം ജ്യൂസ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആസിഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ മോയ്സ്ചർ ഒക്കെ നന്നായി ഒന്ന് വലിച്ചെടുക്കും, ഈ സ്കിന്നൊക്കെ നല്ല ടൈറ്റ് ആക്കി വെക്കും. അപ്പൊ നമ്മളിതൊക്കെ തേച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ കവർ ചെയ്യാതെ നമ്മൾ എടുത്തു വെക്കുകയാണ് ചെയ്തത്. അടുത്ത ദിവസമാണ് ഈ കാണുന്ന വീഡിയോ ഒക്കെ. അപ്പൊ അടുത്ത ദിവസം ബേക്ക് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മൾ 1 കപ്പ് വെള്ളം അതിൽ ഒഴിക്കുന്നുണ്ട്. ബേക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈഡ്രേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നത്. അതിനുശേഷം നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ച് മൂടാണ്. ആൻഡ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സ്കിന്നിന് ഈ ഫോയിൽ തൊടാൻ പാടില്ല. അപ്പോൾ അത് പൊന്നിച്ചിട്ട് വേണം നമ്മളൊന്ന് മൂടി വെക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ബേക്ക് ചെയ്യുന്നത് ഞാനൊരു 320 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് ഒരു 3 മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കുന്നത്. ആ നേരം കൊണ്ട് നമ്മളിതൊരു സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ലൈം ജ്യൂസ് ഒക്കെ ഒഴിച്ചിട്ടുള്ള ഓനിയൻ സാലഡ്. അപ്പോൾ ഇതാകുമ്പോൾ ഒരു അസിഡിറ്റി ഉള്ള കാരണം നമ്മൾ ഈ ഫാറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നല്ല സിമ്പിൾ ആയിട്ട് പെയർ ചെയ്തിട്ട് പോകും. അപ്പോൾ അത്ര മട്ടലൊന്നും വരില്ല. നമ്മുടെ മീറ്റൊക്കെ കുക്കായുണ്ട്. ഇനി ഇതിന്റെ മേലെ നമ്മൾ ഉപ്പിട്ടിട്ട് ഒന്നുകൂടി നല്ല ഹൈ ഹീറ്റിൽ ബേക്ക് ചെയ്യാണ്. നമ്മുടെ സ്കിന്നൊക്കെ നമുക്ക് ക്രിസ്പി ആക്കി എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. പോർക്കിന്റെ ക്ലോസപ്പ് കാണിച്ചു തരാം, കണ്ടില്ലേ? പക്ഷെ ഞാൻ ചെയ്ത മണ്ടത്തരാണ് ഈ കാണുന്നത്. ഞാൻ അലുമിനിയം ഫോയിൽ വെച്ച് ചെവി കവർ ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ ക്രിസ്പി പോർക്ക് സെറ്റ് ആയിട്ടുണ്ട്. സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഒരു പ്രശ്നമുള്ളത് നല്ല ഫാറ്റ് ആയ കാരണം നമുക്ക് പെട്ടെന്ന് മട്ടും. അപ്പോൾ എപ്പോഴും സാലഡ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പെയറാവും. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് ഫോളോ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. Download ShareChat.